ഹായ് നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഷവർമയുടെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ബ്രെഡ് വെച്ച് ചെയ്യുന്ന ഒരു ഷവർമയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നത്. നമ്മൾ സാധാരണ ഷവർമ കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിന് നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 4 പീസിനടുത്ത് ചിക്കനായി എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലോട് കൂടിയോ അല്ലാതെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണിനടുത്ത് പിരിയമുളക് പൊടിച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഒരു ഇത്തിരി മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പിനടുത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പൊടികളൊക്കെ ചിക്കനായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ പിച്ചി എടുത്ത് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ഇതിനകത്തോട്ടേക്ക് തന്നെ ബാക്കിയുള്ള മിക്സൊക്കെ ചേർത്ത് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഒന്നുകൂടി ഇത് ടേസ്റ്റിയാകാം നമ്മളിത് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ ഒരു പാനിനകത്തോട്ടേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൊരിയിച്ചിട്ട് ചെയ്യേണ്ടതെന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഡയറക്റ്റ് ബാക്കിയുള്ള ഫില്ലിങ്സൊക്കെ ചെയ്തെടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം മതി. ഒരു 3-4 മിനിറ്റൊക്കെ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ ചെറുതായിട്ട് പിച്ചി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പാകത്തിനകത്തോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ക്യാപ്സിക്കം നല്ല നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 നുള്ള് മാത്രം പിരിയമുളക് പൊടിച്ചത്, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടുള്ള അടുത്ത് ചേരുവ എന്ന് പറയുന്നത് മയോണൈസാണ്. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസാണ്. നമ്മൾ മുട്ടയും എണ്ണയൊന്നും ചേർക്കാതെയുള്ള ഒരു വെജിറ്റേറിയൻ മയോണൈസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മയോണൈസും സോസിൻ്റെ അളവിൽ മാറ്റം വരുത്താം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് നമുക്കിതൊന്ന് യോജിച്ച് കിട്ടുക. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാൻ നോക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഓരോ ബ്രെഡ് സ്ലൈസും ഇതുപോലെ വെള്ളത്തിനകത്ത് മുക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം കയ്യിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ ശരിക്കും പോകുന്ന രീതിയിൽ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആവശ്യാനുസരണം ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ഡിപ്പ് ചെയ്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ റോൾ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതുപോലെ ബ്രെഡ് ബോൾസ് കണക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 7 പീസാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഇത്തിരി ബ്രെഡ് പൊടിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് കൂടി കോട്ട് ചെയ്യുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകുക. അപ്പോൾ ഒരു 3-4 ബ്രെഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ മുഴുവൻ ഞാനൊന്ന് ശരിക്കൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മുഴുവൻ ഇന്ന് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. ഒരു 3 എണ്ണം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്തോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സാൻഡ്വിച്ച് ബാഗിനകത്തോ ആക്കിയിട്ട് ഫ്രീസറിനകത്ത് ഒരു 2 ആഴ്ച വരെയൊക്കെ സൂക്ഷിക്കാം കേട്ടോ. ആവശ്യാനുസരണം ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് അങ്ങ് ചൂടായി വരുമ്പോൾ ബ്രെഡ് ബോൾസ് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കരുത്. ഇത് ചിക്കനൊക്കെ വേവായതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ റെഡിയാക്കി എടുക്കുക. ഒത്തിരി എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് 2 സൈഡ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ യെല്ലോ ഈ ഒരു കളറിൽ വേണം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒത്തിരി ഡാർക്ക് ബ്രൗൺ ആകുന്ന നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു കളറിൽ തയ്യാറെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ
ബ്രെഡ് ഷവർമ പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഷവർമ വാങ്ങിച്ച് കഴിക്കുന്ന അതേ രുചി തന്നെയാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷവർമയാണ്. അപ്പോൾ മയണൈസും സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.